വീവാ മരിയ. ഉണ്ണിയേശുവിനെ കൊണ്ട് നൃത്തം ചെയ്യിച്ചിട്ടുള്ള കൊച്ചുനെല്ലിയെ പറ്റി കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? വെറും 4.5 വയസ്സുവരെ അവൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ കാലയളവിൽ തന്നെ ഈശോയെ ഒരാത്മാവിന് എത്രമാത്രം സ്നേഹിക്കാനാകുമെന്ന് അവൾ നമുക്ക് കാണിച്ചു തരുന്നു. കുഞ്ഞു പ്രായത്തിലെ അമ്മ മരിച്ചതിനാലും വീട്ടിലെ മറ്റു ബുദ്ധിമുട്ടുകൾ കാരണവും അവൾ അനാഥ മന്ദിരത്തിൽ എത്തിപ്പെട്ടു. ഒരു വലിയ വീഴ്ചയിൽ നിന്നുണ്ടായ ആഘാതത്താൽ അവളുടെ നട്ടെൽ വളഞ്ഞതായി. അത് കാരണം കൊണ്ട് ഒന്ന് നേരെ നിവർന്നിരിക്കാൻ പോലും ആ കുഞ്ഞിന് സാധിക്കുമായിരുന്നില്ല. പിന്നീടുള്ള അവളുടെ ചികിത്സയെല്ലാം ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ വെച്ച് അവൾ ഈശോയെ കൂടുതൽ അടുത്തറിഞ്ഞു. തൻ്റെ മുറിയിലുണ്ടായിരുന്ന ഉണ്ണി ഈശോയുടെ രൂപം നോക്കി അവൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ഡാൻസ് കളിക്കാമോ? അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ആൻറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഉണ്ണീശോയാണ്, പരമപരിശുദ്ധനായ ദൈവമാണ്, ഡാൻസ് കളിക്കില്ല. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈശോ മനോഹരമായി അവൾക്ക് മുന്നിൽ നൃത്തം ചെയ്തു. അത് അവൾ മാത്രമേ കണ്ടുള്ളൂ. അവൾ കയ്യിലിരുന്ന വിസിലെല്ലാം ഊതി ഈശോയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സായി. പിന്നീട് അവൾ ദിവ്യകാരുണ്യ ഈശോയെ കണ്ടുമുട്ടി. എന്നാൽ 4.5 വയസ്സ് മാത്രം പ്രായമുള്ള അവൾക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കുക അനുവദനീയമായിരുന്നില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ട എല്ലാ വിശുദ്ധരെ പോലെയും അവൾക്കും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ കാത്തിരിക്കാൻ ഒട്ടും സാധിക്കുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഈശോയെ അനുഭവിക്കാൻ അവൾ ഒരു കുറുക്കു വഴി കണ്ടെത്തി. അവൾ അവളുടെ സിസ്റ്റർ ആൻറ്റിയോട് പറഞ്ഞു, ദിവ്യകാരുണ്യം സ്വീകരിച്ച ശേഷം എൻ്റെ അടുത്ത് വരണം. ഞാൻ ഒരു ഉമ്മ തരും. അത് ആൻറ്റിക്കുള്ളതല്ല, ഈശോയ്ക്കുള്ളതാണ്. അതിനുശേഷം ആൻറ്റി ഈശോയുടെ അടുത്ത് പോയി നന്ദിയും പറയണം. സിസ്റ്റർ ആൻറ്റിയെ കുർബാന മുടക്കാൻ അവൾ ഒരിക്കലും അനുവദിച്ചില്ല. കാരണം ആൻറ്റി കുർബാന സ്വീകരിച്ചു വന്നാലേ അവൾക്ക് ഈശോയ്ക്ക് ഉമ്മ കൊടുക്കാൻ സാധിക്കുള്ളൂ. കുറെ നാളുകൾ അങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഈശോയോടുള്ള അവളുടെ സ്നേഹം മനസ്സിലാക്കിയ ഭരണാധികാരികൾ അവൾക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അനുവാദം നൽകി. വലിയ കാത്തിരിപ്പിനൊടുവിൽ അവൾ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചു. അവളുടെ ആനന്ദത്തിന് അതിരുകളില്ലായിരുന്നു. കൂട്ടുകാരെ, ദിവ്യകാരുണ്യം സ്ഥിരമായി സ്വീകരിക്കുന്ന നമുക്ക് ഈ ആനന്ദമുണ്ടോ? കൊച്ചുനെല്ലി നമ്മോട് ചോദിക്കുന്നു. 4.5 വയസ്സായപ്പോഴേക്കും ഈശോയെ അത്രയധികം സ്നേഹിക്കുകയും ദിവ്യകാരുണ്യനാഥനെ അനുഭവമാക്കുകയും ചെയ്ത കൊച്ചുനെല്ലി ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു, ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈ വിലപ്പെട്ട സമ്മാനത്തിൻ്റെ മൂല്യം തിരിച്ചറിയാനും. ദിവ്യകാരുണ്യം സ്വീകരിച്ച് അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ തന്നോടൊപ്പം നിത്യതയിലായിരിക്കാൻ ഈശോ അവളെ കൂട്ടിക്കൊണ്ടുപോയി.